പാഠം 524 ചില രഹസ്യാന്വേഷണങ്ങൾ. ഹലോ, അതെ ഭാമയാ. വിഷ്ണു പറഞ്ഞു. എന്റെ നമ്പർ ഞാൻ ഫീഡ് ചെയ്തിട്ടില്ലേ? അതെന്ത് ചോദ്യ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ ഓഫീസിൽ പോകുന്നുള്ളൂ. കേസിലാഞ്ഞിട്ടൊന്നുമല്ല. കേസൊക്കെ എനിക്ക് ഇഷ്ടംപടിയുണ്ട്. ഇന്ന് എനിക്ക് വീട്ടിൽ കുറെ ജോലി തീർക്കാനുണ്ട്. നീ വിളിക്കുന്ന എനിക്ക് അങ്ങനെ ശല്യാവും. 3 കൊല്ലം കൂടി നീ അമേരിക്കന്ന് വന്നതല്ലേ? ഇനിയിപ്പോ ഏറിയ 1 മാസം കൂടി, അതിനകത്ത് തിരിച്ചു പോകാൻ വേണം. അതിനിടെ നീ എത്ര വിളിച്ചാലും എനിക്കൊരു ശല്യാവുകയില്ല. പറ, വേറെന്താ വിശേഷം? എനിക്കൊരു ചായ കിട്ടുന്ന പതിവ് ഉണ്ടായിരുന്നു, ഇന്നത് കിട്ടിയില്ല. ചായ തീർന്നല്ലോ പ്രശ്നം. ഇനി എനിക്ക് സമാധാനമായിട്ട് ഫോൺ ചെയ്യാലോ. വിഷ്ണു ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഇതിന് മാത്രം സംസാരിക്കാനിരിക്കുന്നു വിളിയാണോ? ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ ധൂർത്തടിച്ചളയുക. ഇത് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമല്ല. ഇനി മേലിൽ അവള് മൊബൈലിൽ സംസാരിക്കാൻ എനിക്കൊന്ന് കാണണം. എനിക്കും ഒരു ജോലിയുണ്ട്, നിന്നേക്കാൾ വളരെ വലിയൊരു ജോലി. പക്ഷെ അതിന്റെ പേരിൽ 1 രൂപ ഞാൻ ഫോൺ വിളിച്ച് കളയുന്നില്ല. ഉത്തമനോട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞാണല്ലോ, പിന്നെ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് കോളുകൾ വിളിച്ചിരിക്കുന്നത് ഒരേ നമ്പറിലാ സാറേ. നോക്കിയപ്പോ പ്രഭാരം ഞെട്ടിപ്പോയി. രാത്രി 11 മണിക്ക് ശേഷം ആ നമ്പറിലേക്ക് രേണുക സ്ഥിരമായി വിളിക്കാറുണ്ട്. പ്രഭാരം രാത്രി 9-9:30 മണിയാകുമ്പോ കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ പ്രഭാരം ഉറങ്ങി കഴിഞ്ഞും വീണ്ടും രേണുക ഫോണിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം അവന് ഉറപ്പായി. അറിയാത്ത ആളെ വെറുതെ വിളിക്കുന്നത് എന്തിന്? പ്രഭാകരൻ രേണുകയുടെ ബില്ല് പരിശോധിച്ചതുപോലെ ഞാൻ ഭാമയുടെ ബില്ല് പരിശോധിച്ചു. കഴിഞ്ഞ മാസം 16-ാം തീയതിയും 17-ാം തീയതിയും രാത്രി 10:30 മണി കഴിഞ്ഞ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നതിന് 1/2 മണിക്കൂറെടുത്തു സമയം. വല്ല കക്ഷിയുമായിരിക്കും. ഞാനും ഭാമയും എല്ലാ ദിവസവും 10 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് ആര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. ഇത് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അവൾ വിളിച്ചാണെന്ന് ഉറപ്പ്. ഇതാരുടെ നമ്പറാണെന്ന് അറിയണം. വിളിക്കും. അതൊക്കെ മോശമല്ലേ സാറേ? വക്കീലെങ്ങാനും അറിഞ്ഞാ വേണ്ട. പ്രഭാകരൻ സുശീലിന്റെ ഫോണിലേക്ക് വിളിച്ചത് മോശമായിരുന്നോ? രേണുവെ പോലെയാണോ വക്കീല്? പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോ എങ്ങോട്ട് ആടുമെന്ന് പറയാൻ പറ്റില്ല. ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. മൊബൈലിൽ നിന്ന് വിളിക്കുന്നത് പോലെ അവൾ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വീട്ടിലെ നമ്പരും അവനറിയാമായിരിക്കും. നീ എന്താ കരുതുന്നത്? ഇത് അമേരിക്കയാണല്ലോ. നീ എന്തിനാണ് മര്യാദയ്ക്ക് കുടുംബം നടത്തുന്ന പെണ്ണുങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്ന ഞാൻ ആരെ വിളിച്ചെന്നാ? നീ അഡ്വക്കേറ്റ് സത്യഭാമയെ സ്ഥിരം വിളിക്കാറില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഏത് സത്യഭാമ? വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ ഭാര്യ സത്യഭാമ. ഇത് മുഴുത്ത ഭ്രാന്തി തന്നെ. അപ്പോ നിന്റെ മൊബൈൽ ബില്ലിൽ കാണുന്ന നമ്പർ? എന്റെ ബില്ലു? നീ എന്തിനാ കളക്ടർ എത്തിയെ വിളിച്ചത്? അത് മധുരാത്രിയില്. ഞാനാ? ഓ, അത് മോഹനേട്ടൻ മറന്നു. കഴിഞ്ഞ മാസം ഈ ഫോൺ കേടായപ്പോ മോഹനേട്ടൻ എന്റെ ഫോണിൽ നിന്ന് കളക്ടറുടെ പിയെ വിളിച്ചില്ലായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നിടത്ത് സമരം ഉണ്ടായെന്ന് ആ രാത്രിയില് 2 ദിവസം വിളിച്ചു. കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. ഇനി ആഫീസിൽ വിളിക്കുമ്പോ മോഹനേട്ടൻ അല്ലാന്ന് പറഞ്ഞേക്ക്. വേറെന്താ വഴി? അയാളായിരിക്കും. ഞാൻ പോയി. ഹലോ, വക്കീല ഞാനാണേ. എന്താ ഉത്തമ? അവന് വക്കീലെ മൊത്തം പ്രശ്നം നിങ്ങൾ ഭാര്യയും ഭർത്താവും കാരണം എനിക്ക് ജീവിക്കാൻ വയ്യാതായിട്ടേ കാലം കുറെ ആയി. ഹലോ, കളക്ടറുടെ വിയെ തന്തയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞ പിന്നെ എന്താ കേസ്? തന്തയ്ക്കൊന്നും വിളിച്ചില്ല. പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. നടക്കുന്ന ബുദ്ധിമാനായ ഒരു ഭർത്താവ്. കൊള്ളാം. സോറി.